മഹാനായ അഹ്മദ് ബിൻ ഖദ്റവൈഹി റഹിമഹുല്ലാ മരിക്കാൻ കിടക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെയുണ്ട് അവസ്ഥ? കണ്ണിങ്ങനെ നിറഞ്ഞു, കണ്ണുകൾ ഇങ്ങനെ നനയാണ്. അപ്പോ ബഹുമാനപ്പെട്ടവര് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവര് പറയുന്നത്, യാ ബുനയ്യ, മോനെ, 95 വർഷമായി ഞാൻ മുട്ടിക്കൊണ്ടിരുന്ന വാതിൽ തുറക്കുകയാണിവിടെ. ബാബുൻ കുൻതു അദുഖുഹു 95 സന. 95ാമത്തെ വയസ്സിലാണ് ഈ മരിക്കുന്നത്. മഹാനായ അഹ്മദ് ബിൻ ഖദ്റവൈഹി 95 വർഷമായി ഞാൻ മുട്ടി തുറപ്പിക്കാൻ പോന്നിരുന്ന ഈ വാതിൽ എനിക്കിപ്പോൾ തുറക്കപ്പെടുകയാണ്. ലാ അദ്രി അയുഫ്തഹു ബിസ്സആദ അവിശ്ശഖാവ ഫആന ലി അവാനുൽ ജവാബ്. ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ 95 കൊല്ലമായി മുട്ടുന്നു. ആ വാതിൽ തുറക്കപ്പെടുകയാണ്. ഇനി ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ? ഈ വിളിയാളത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാനായ അഹ്മദ് ബിൻ ഖദ്റവൈഹി റഹിമഹുല്ലാ മരണത്തെ സ്വീകരിക്കുകയാണ്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ ചെന്നു മഹാനായ മുസ്നി തങ്ങള്. ഇമാം ശാഫിഈ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ, കൈഫ അസ്ബഹ്ത യാ അബാ അബ്ദില്ലാഹ്, എങ്ങനെയുണ്ട് ഇമാം ശാഫിഈ, എങ്ങനെയുണ്ട് അവസ്ഥ? അസ്ബഹ്തു മിനദ് ദുനിയാ റാഹില, ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖ, എൻ്റെ കൂട്ടുകാരോട് ഞാൻ യാത്ര പറയട്ടെ. വലിസൂഇ അമലി മുലാഖിയ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ കാണാൻ പോകുന്നു. വലികഅസിൽ മനിയതി ശാരിബ, മരണത്തിന്റെ ചഷകം ഞാൻ കുടിക്കാൻ പോകുന്നു. വഅലല്ലാഹി വാരിദ, എൻ്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്നു. വലാ അദ്രി അറൂഹി തസീറു ഇലൽ ജന്നതി ഫഉഹന്നിഹാ, എൻ്റെ ആത്മാവ് പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണോ? എൻ്റെ ആത്മാവിനെ ഞാൻ ആശംസിക്കണോ? അം ഇലന്നാരി ഫഉഅസ്സിഹാ, എൻ്റെ ആത്മാവ് പോകുന്നത് നരകത്തിലേക്കാണോ? ആ ആത്മാവിനോട് അനുശോചനം അറിയിക്കണമോ? ഇത് പറഞ്ഞിട്ട് മനോഹരമായ കവിതകൾ ചൊല്ലിയിട്ടുണ്ട് ഇമാമുന ശാഫിഈ തങ്ങൾ. മരണനേരത്തെ ഇമാമുന ശാഫിഈ തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗ, അറബി ഭാഷയിലെ തെളിവാണ് ഇമാം ശാഫിഈ തങ്ങളുടെ വാക്കുകൾ. വലമ്മാ ഖസാ ഖൽബി ضاقت مذاهبي جعلت رجائي نحو عفوك سلما تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما. അല്ലാഹുവേ, എൻ്റെ ഖൽബ് കുടുസാവുകയും എൻ്റെ മനസ്സ് ഞെരുക്കമാവുകയും എൻ്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരിശുദ്ധമായ മാപ്പും നിന്നിലുള്ള പ്രതീക്ഷയും കോവണിപ്പടികളായി ഞാൻ നാട്ടിവെക്കട്ടെ. അല്ലാഹ് تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷെ അത് നിന്റെ മാപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ തരുന്ന മാപ്പാണല്ലോ എൻ്റെ തെറ്റിനേക്കാളും വലുത്. فما زلت ذا عفو عن الذنب لم تزل تجود وتعفو منة وتكرما ولولاك لم يغو بإبليس عابد فكيف وقد أغوى صفيك آدما. അല്ലാഹുവേ, നീ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വരട്ടെയോ? അഹ്സിനുൽ വന്ന ബിറബ്ബിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നന്നാക്കണം. മരിക്കാറാകുമ്പോ നല്ല ചിന്തകൾ. എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു മാപ്പാക്കി തരും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, അല്ലാഹുവിന്റെ പരീക്ഷയിൽ നിരാശരാവല്ലേ, അല്ലാഹു റഹ്മത്ത് ചെയ്യും എന്നാണ് രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. രോഗിയോട് പറയേണ്ടത് ആശ്വാസത്തിന്റെ വാക്ക്. എപ്പോഴും അല്ലാഹു പുറത്തു തരും, അല്ലാഹു സമാധാനാക്കി തരും, അല്ലാഹു റാഹത്തിലാക്കി തരും എന്നിങ്ങനെ രോഗിയോട് പറഞ്ഞു കൊടുക്കണം. അഹ്സിനുൽ വന്ന ബിറബ്ബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ ഹദീസാണിത്.
അവിടുന്ന് വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് അഹ്സിനുൽ വന്ന ബി റബ്ബിക്കും, അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളി, അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളിൻ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കും, അല്ലാഹു മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കും. എന്നിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ചെല്ലണേ എന്ന് പറയാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നേരം നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ, ആ നേരം അല്ലാഹു നമുക്ക് ഖൈറാക്കി തരുമാറാകട്ടെ. വളരെ മോശപ്പെട്ട് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും ആവശ്യം നമ്മുടെ അഖീദ നന്നാവലാണ്, നമ്മുടെ വിശ്വാസം നന്നാവലാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും തിരുനബിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസവും അല്ലാഹു നബിയിലും മുർസലീങ്ങളിലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം, ഈമാൻ ഘനപ്പെട്ടതാക്കി അല്ലാഹു നമ്മുടെ ഈമാൻ പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഈമാൻ ഉള്ളവർ നാളെ രക്ഷപ്പെടും, ഉറപ്പാണ്. പക്ഷെ ഈമാൻ എന്ന കണ്ടീഷൻ ഉണ്ട് അവിടെ, നമുക്കത് ഉണ്ടോ എന്ന് ആലോചിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർ, പലിശ തിന്നാത്തവർ, ഹറാമായ സമ്പാദ്യം കൊണ്ടു നടക്കാത്തവർ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, അത്തഖ്വ കുല്ലു തഖ്വ. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സംബന്ധിച്ച് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ, നല്ല മനുഷ്യനാണോ അല്ലേ എന്നറിയേണ്ടതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയൻ വായയിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് അറിയലാണ്. ഞാൻ ഈ തിന്നുന്നത് ഹലാലാണോ അതോ ഹറാമാണോ? സമ്പത്ത് അപഹരിച്ചവർ, സമ്പത്ത് മോഷ്ടിച്ചവർ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ക്രയവിക്രയം നടത്തിയവർ നാളെ രക്ഷപ്പെടൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളോടുകൂടെ യുദ്ധത്തിൽ വന്ന ഒരു സ്വഹാബിയുടെ ഒരു അനുചരന്റെ നബിതങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു ഗുലാം, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നബിതങ്ങളോടുകൂടെ മടങ്ങി വരികയാണ്. അവര് ഒരു സ്ഥലത്ത് തമ്പടിച്ച് വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇമാം സ്വഹീഹിൽ ഇമാമാർ ഉദ്ധരിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായ ഹദീസാണിത്. നബിതങ്ങളും സ്വഹാബികളും വിശ്രമിക്കാൻ കിടക്കുക. നബിതങ്ങളുടെ ഒട്ടകം അതിന്റെ ജീനി വിരിച്ച്, ഒട്ടകത്തിന്റെ വിരിപ്പ് വിരിച്ച്, ഒട്ടക കട്ടിൽ ഫിറ്റ് ചെയ്ത് നബിതങ്ങൾക്ക് കയറിയിരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന നബിതങ്ങളുടെ ഒരു അനുചരൻ മൗല, നബിതങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഖാദിം. സ്വഹാബികളെല്ലാം യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കെ വളരെ തളർന്നവശരായി കിടന്നുറങ്ങുമ്പോ നബിതങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ശത്രുവിനാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതോ ഒരു ശത്രു ഒളിഞ്ഞിരുന്ന് ഒരു അമ്പെയ്തു ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക്. അവിടെ കിടന്ന് മരിക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും ഉറപ്പിച്ചു, സ്വർഗത്തിലേക്കുള്ള പോക്കാണിത്. സ്വർഗത്തിലേക്കുള്ള പോക്കാണല്ലോ ഈ പോകുന്നത്, സ്വർഗത്തിലേക്കാണ്. സ്വഹാബിമാർ മുഴുവനും ആശീർവദിച്ചു, ഹനി അല്ലഹു ബിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പോക്കാണിത്. നബിതങ്ങൾ പറഞ്ഞു, ഹുവ ഫിന്നാർ, നരകത്തിലാണല്ലോ ഇയാൾ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? എന്തേ കാരണം? നരകത്തിലാണെന്ന് തങ്ങൾ പറയാൻ കാരണം, സ്വഹാബികൾ ഉറപ്പിച്ചു, വരുന്നത് യുദ്ധത്തിൽ നിന്ന് ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടതോ നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുത്തിരിക്കും, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ച ആള്. എന്നിട്ടും നരകത്തിലോ? എന്തു പറ്റി നബിയേ? എന്താണ് നബിയെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീ ശംലത്തിൻ ഗല്ലഹാ യൗമ ഖൈബർ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അന്ന് ഒരു മേൽവസ്ത്രം ഗനീമത്ത് സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സഹാബി, ഈ ചെറുപ്പക്കാരൻ. ഒരു ഫീ ശംലത്തിൻ ഗല്ലഹാ, ഒരു വസ്ത്രം, ശംല എന്ന് പറഞ്ഞ ഒരു മേൽത്തട്ടം, ഇതുപോലെയുള്ള ഒരു തട്ടം യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ നിന്ന് കിട്ടിയപ്പോൾ നബിയുടെ സമ്മതം വാങ്ങിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ഓഹരി വെക്കപ്പെടേണ്ട ഈ സമ്പത്ത് ആരാരും അറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ലതസ്തഇലു അലൈഹി നാറാ, ആ മോഷ്ടിച്ചെടുത്ത ആ വസ്ത്രം ഇയാളുടെ മേൽ തീയായി നരകമായി ആളിപ്പിടിച്ച് കയറുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മേൽത്തട്ടം. അപ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നത്, നബിയെ, ഏതോ ഒരു യുദ്ധത്തിൽ എന്റെ ചെരുപ്പിന്റെ 2 വാറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നബിയെ, അത് തിരിച്ചു തരേണ്ടതുണ്ടോ? സമൂഹത്തിന്റെ പൊതുവായ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെ നേതാക്കന്മാർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ്, വലിയ സേവനമാണിത്. പക്ഷേ
അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ വീഴ്ച കൊണ്ട് ഒരു പൈസയെങ്കിലും കണക്കിൽപ്പെടാതെ പോയാൽ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. നബിയെ, എന്റെ കാലിലുള്ള ചെരുപ്പിന് പാകമുള്ള 2 വാറുകൾ ഞാൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തിൽ നിന്റെ കാലിന് പാകമുണ്ടപ്പോൾ എടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിയെ, ഞാനത് മടക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ കാലിൽ തീ പടർന്നു പിടിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് നബി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ തീ പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല നബിയെ. എന്താർത്ഥം എന്നറിയോ? ആ ചെരുപ്പിന്റെ വാറ് തിരിച്ചു കൊടുക്കുക. മരിക്കണമെങ്കിൽ റാഹത്തായി മരിക്കണോ? സമ്പത്ത് ക്ലിയർ ചെയ്തോ?